ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ മെൻസ് വെയർ ചെയ്യുന്ന ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിക്കായിട്ടുള്ള ഷോപ്പുകളിലേക്ക് നമ്മുടെ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട എല്ലാ ഷോപ്പുകളിലേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലോഗിൻ വിൻഡോയിൽ വരുന്ന ലോഗിൻ ID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധിക്കും ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇൻവോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു സെഗ്മെന്റിലാണ്. ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് പുതിയ ബില്ല് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഐറ്റം കോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ നെയിം വെച്ചിട്ടോ ഏത് രീതിയിലും നമുക്ക് ബില്ലടിച്ച് പോകാനുള്ള സെഗ്മെന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ബില്ലുകളെ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം ഇൻ ടു ഡേറ്റ് വെച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ബില്ലുകൾ ഇങ്ങനെ താഴെ ലിസ്റ്റ് ആവും. ഇതിനകത്തുനിന്ന് ഏത് രീതിയിലുള്ള ഏത് ബില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ബില്ല് ഓപ്പൺ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേറ്റ് ചേഞ്ച് ചെയ്യാനോ ഏത് രീതിയിലുള്ള ഫംഗ്ഷനാലിറ്റി ആണെങ്കിലും നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ബില്ലുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബിൽ നമ്പറോ അല്ലെങ്കിൽ കസ്റ്റമറുടെ പേര് വെച്ചിട്ടുള്ള സെർച്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ബില്ലുകൾ നമുക്ക് സെർച്ച് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനുള്ള സെക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ആ ബില്ലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ്. ഇതെന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ തന്നെയാണ്. ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ആഡ് ന്യൂ ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു ഇൻവോയ്സ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ബില്ലുകളെ കാര്യങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രം ഇൻ ടു ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാം. പിന്നെ മറ്റ് പല സോഫ്റ്റ്വെയറിലും ഇല്ലാത്ത ഒരു ഫംഗ്ഷനാലിറ്റിയാണ് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് ഇൻവോയ്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്ത് പുതിയ കസ്റ്റമർക്ക് ഒരു പുതിയ ബില്ല് അടിച്ചു കൊടുക്കാനുള്ള ഫംഗ്ഷനാലിറ്റി അതും നമുക്കുണ്ട്. അതായത് പഴയ ഓൾറെഡി ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ വന്ന ശേഷം എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തു, ആ സാധനം മിസ്മാച്ച് കൊണ്ടോ അല്ലെങ്കിൽ കളർ വേരിയേഷൻ കൊണ്ടോ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ തിരിച്ചു റിട്ടേൺ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാറ്റി മേടിക്കുകയാണെങ്കിൽ ഓൾറെഡി പെയ്ഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പുതിയൊരു ഐറ്റം എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ബില്ലടിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് വിടാനുള്ള സെഗ്മെന്റ് മറ്റ് പല സോഫ്റ്റ്വെയറിലും ഇല്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഫംഗ്ഷനാലിറ്റി നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഫംഗ്ഷനാലിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സെയിൽസ് റിട്ടേൺ ഐ ഡി നമ്മൾ ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ സെയിൽസ് റിട്ടേൺ ഐ ഡി ഇവിടെ കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ചെയ്തുകൊണ്ട് തന്നെ അവർക്കൊരു ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അതായത് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നൊരു കൊട്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു സെഗ്മെന്റ് ആണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് കൊടുത്തിരിക്കുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എൻട്രി നടത്താനും അതുപോലെ തന്നെ പഴയ ആയിട്ടുള്ള പർച്ചേസ് ബില്ലുകളെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് കാണാനും ഉള്ള സെഗ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നവ ഓരോന്നും. പിന്നെ വരുന്നതാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു, ഇൻ കേസ് എന്തെങ്കിലും മിസ്മാച്ച് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടോ കസ്റ്റമർക്ക് നമുക്ക് തിരിച്ചയക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് ആണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് പർച്ചേസ് ഓർഡർ. ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സോഫ്റ്റ്വെയറിലും ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഇല്ല. പല സോഫ്റ്റ്വെയറിലും പല കസ്റ്റമേഴ്സിനും നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് സാറേ നമുക്കൊരു പുതിയതായിട്ടൊരു അല്ലെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ എക്സലിലൊക്കെയാണ് ചെയ്ത് വെക്കുക. വളരെയധികം ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ. നമ്മുടെ സോഫ്റ്റ്വെയറെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആ ഒരു കസ്റ്റമർക്ക് വേണ്ടി സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനെ നമുക്ക് എക്സലിലേക്കോ PDF ആയിട്ടോ ഏത് രീതി ഫോർമാറ്റിലേക്കോ കൺവേർട്ട് ചെയ്ത് അവർക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അയച്ചു കൊടുക്കാനുള്ള ഫംഗ്ഷനാലിറ്റി
നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നൊരു സെഗ്മെന്റ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള അക്കൗണ്ട്സ് എൻട്രി കംപ്ലീറ്റ് പോകുന്നത് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് പറയുന്ന സെഗ്മെന്റിലാണ് പോവുക. ഈ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ നല്ല കൃത്യതയോടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ/വെൻഡേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കസ്റ്റമറെ അല്ലെങ്കിൽ സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള സെഗ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഓൾറെഡി ഉള്ള ഒരു കസ്റ്റമറെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കസ്റ്റമറെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടൊരു കസ്റ്റമറെ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ സപ്ലയറെ ആഡ് ചെയ്യാനും ഉള്ള സെഗ്മെന്റ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്നൊരു സെക്ഷനാണ് പ്രൊഡക്റ്റ് ബാർ സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള വളരെ ഈസിയസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ പ്രൊഡക്റ്റും സർവീസും ഒരേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സെഗ്മെന്റ് ആണ് ഈ പ്രൊഡക്റ്റ് ബാർ സർവീസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഈ പ്രൊഡക്റ്റ് ബാർ സർവീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ ലിസ്റ്റ് ആവും ഓരോ പ്രൊഡക്റ്റിന്റെയും സ്റ്റോക്കും, അതുപോലെ അതിന്റെ സെയിൽ പ്രൈസ്, GST പെർസെൻറ്റേജ്, അങ്ങനെയുള്ള ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, സ്റ്റോക്ക് അടക്കം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് എൻട്രി ചെയ്യുവാണെങ്കിൽ മറ്റു പല സോഫ്റ്റ്വെയറിലും ഈ ഒരു ഫംഗ്ഷനായിട്ട് ഇല്ല. കോമൺ ആയിട്ട് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുക, ഒരു നെയിം കൊടുത്ത് ആഡ് ചെയ്യുക, അതിന്റെ മാനേജ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ ഉള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു സെക്ഷനാണ് ഈ പ്രൊഡക്റ്റ് എൻട്രി ചെയ്യുക എന്നുള്ളൊരു സെക്ഷൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം അതിന്റെ ഡിഫറെന്റ് സൈസിൽ, ഡിഫറെന്റ് ബ്രാൻഡുകൾ, ഡിഫറെന്റ് കളറുകൾ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റർ ആകുന്നുണ്ടാവും. അപ്പോൾ അതിനെ കാറ്റഗറൈസ് വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ കളർ ഇതിനെ വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് വെച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് സബ് സ്റ്റോക്ക് എൻട്രി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി മറ്റ് സോഫ്റ്റ്വെയറിൽ ഇല്ലാത്ത ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ മോഡൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സൈസ് വെച്ചിട്ടോ ആ പ്രൊഡക്റ്റിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് ആഡ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും സെപ്പറേറ്റ് സ്റ്റോക്ക് നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. എന്ന് കസ്റ്റമർക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വരുന്ന ഒരു സെഗ്മെന്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് സെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ, അതുപോലെ തന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് റിപ്പോർട്ടുകൾ, അതുപോലെ നമ്മുടെ അക്കൗണ്ട്സ് എൻട്രി വരുന്ന ഔട്ട്പുട്ടുകൾ, GSTയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, GST ഫയൽ ചെയ്യാൻ ആവശ്യമായ റിപ്പോർട്ടുകൾ എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. GSTR1, B2C, B2B, HSN സമ്മറി, HSN സ്പ്ലിറ്റ് ഔട്ട് സമ്മറി, GST ടാക്സ് സമ്മറി, അങ്ങനെയുള്ള നമുക്ക് ഫയൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് ഇതിനകത്തുനിന്ന് അവൈലബിൾ ആണ്. ഇത് നമുക്ക് PDF-ലേക്കോ അതുപോലെ തന്നെ Excelലേക്കോ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഒരു GST ഫയൽ ചെയ്യാൻ അത്യാവശ്യം അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടുകൾ വെച്ചിട്ട് തന്നെ ഓണർക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ GST പോർട്ടലിൽ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഈസി ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് സെയിലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സെയിലുമായി ഡേറ്റ് വൈസ് സെയിൽ റിപ്പോർട്ടുകൾ, കസ്റ്റമർ വൈസ് സെയിൽ റിപ്പോർട്ടുകൾ, ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ, ഏതെങ്കിലും ബില്ല് ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ മാത്രം റിപ്പോർട്ടുകൾ, അങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഒരുപാടെണ്ണം നമുക്ക് ഇതിനകത്ത് കാണിക്കാം. നമ്മുടെ കറണ്ട് സ്റ്റോക്ക് റിപ്പോർട്ടുകൾ, കറണ്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഫുൾ സ്റ്റോക്ക് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും സീറോ സ്റ്റോക്ക്, ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് മൈനസ് സ്റ്റോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടുകൾ എടുക്കാം. അത് നമുക്ക് പ്രൊഡക്റ്റ് ബാർ സർവീസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസണായ കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയായ റിപ്പോർട്ട്സുകളെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ഫയൽ ചെയ്യാൻ റിപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇടപാടുകളെല്ലാം നമുക്ക് കിട്ടും. ബാങ്ക് ത്രൂ പോകുന്ന റിപ്പോർട്ടുകൾ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്ന നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് ഓരോ ഇതിനകത്ത് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടുഡേസ് സെയില്, കറണ്ട് മന്ത് സെയില്, ടുഡേസ് പർച്ചേസ്, കറണ്ട് മന്ത് പർച്ചേസ്, കറണ്ട് സ്റ്റോക്ക് വാല്യൂ, ഇങ്ങനെയുള്ള ഒറ്റ നോട്ടത്തിന് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും.
സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ബാർ സർവീസിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിലും നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മൈനസ് സ്റ്റോക്കിലേക്ക് പോയി, എന്തുകൊണ്ട് അത് പ്രൊഡക്റ്റ് മൈനസ് സ്റ്റോക്കിലേക്ക് പോയി എന്നുള്ള ഒറ്റ റീസൺ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ റിപ്പോർട്ടായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാർകോഡുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ബാർകോഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാർകോഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാർകോഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാനുവലായിട്ട് ബാർകോഡ് നമുക്ക് സെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻ കേസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരൊറ്റ സോഫ്റ്റ്വെയർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോപ്പിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോളം വളരെ ഈസിയസ്റ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം സൈഡ് ആണെങ്കിലും നമ്മുടെ ടെസ്റ്റിംഗ് സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ സെയിൽസിൻ്റെ ടൈംസ് സൈഡ് ആണെങ്കിലും എല്ലാം, അതുപോലെ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് കസ്റ്റമറെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലെ ഡെമോ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കും. നമ്മളെ ബന്ധപ്പെടേണ്ട നമ്പർ 9656120050. ഒന്നുകൂടെ പറയാം, 9656120050. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോളം കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഒരു നമ്പറൂടെ ഞാൻ പറഞ്ഞുതരാം, 9072848999. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ സർവീസ് സപ്പോർട്ടിംഗ് നമ്പർ ഇതാണ്. എനി ടൈംസ് 24 hours നമുക്ക് സർവീസ് സപ്പോർട്ടിംഗ് നമ്പർ അവൈലബിൾ ആണ്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കും. സോഫ്റ്റ്വെയറിൻ്റെ റേറ്റും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സുകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ഉള്ളത് നമുക്ക് നമ്മുടെ ലൈവായിട്ടുള്ള എല്ലാ സെക്ടേഴ്സിലും നമുക്ക് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഓരോ സെക്ടറിനും സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ് ആണ് ഉള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നമ്മൾ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കാര്യങ്ങളിലൊക്കെ കസ്റ്റമറിലേക്ക് എത്തി നിൽക്കുന്നതായിരിക്കും. ഹാർഡ്വെയർ ഐറ്റംസിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസോ അതുപോലെ സോഫ്റ്റ്വെയർ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസോ ഇൻ കേസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ.